കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. നമുക്കിന്നൊരു കഥ കേട്ടാലോ? എന്തു കഥയാന്നല്ലേ? മഞ്ചാടിക്കുരുവിൻ്റെ കഥ. നമ്മളെല്ലാവരും മഞ്ചാടിക്കുരു കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്ത് മതിൽക്കെട്ടിനകത്ത് ഒരു ഉരുളി നിറച്ചും ഈ ചുവന്ന നിറത്തിലുള്ള മഞ്ചാടിക്കുരുകൾ കണ്ടിട്ടുണ്ടല്ലേ? എന്തിനാ മഞ്ചാടിക്കുരുകൾ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നത്? അതിന് പിന്നിലും മഞ്ചാടിക്കുരുവിന് പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിന് കുറച്ചകലെയായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തി ഉണ്ടായിരുന്നു. ആ അമ്മ സദാസമയം കൃഷ്ണനാമം ജപിച്ച് സദാസമയം ഭഗവാനെ മനസ്സിൽ വിചാരിക്കും. അത്രയ്ക്കും ഗുരുവായൂരപ്പൻ്റെ അത്രയും നല്ലൊരു ഭക്തിയായിരുന്നു ആ അമ്മ. സദാസമയം കൃഷ്ണനാമം ജപിക്കുകയും കൃഷ്ണൻ്റെ പാട്ടുകളൊക്കെ പാടി സ്തുതികളൊക്കെ പാടി അങ്ങനെ സദാസമയം ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ആ അമ്മയെ എല്ലാവരും കളിയാക്കുമായിരുന്നു. ഇത്രയ്ക്കൊക്കെ ഭക്തി വേണോ എന്നൊക്കെ നിലയിൽ എല്ലാവരും അമ്മേനെ കളിയാക്കും. അങ്ങനെയൊക്കെ ആ അമ്മയ്ക്ക് ഒരു ദിവസം ഗുരുവായൂരപ്പനെ ഒന്ന് നേരിട്ട് കണ്ട് തൊഴാൻ മോഹം തോന്നി. ഗുരുവായൂർ അമ്പലത്തേക്ക് പോകുമ്പോൾ എന്താ ഞാൻ ഭഗവാനെ കൊടുക്കുക? ഇത് ആലോചിച്ച അമ്മ എന്താ ഞാൻ ഭഗവാനെ കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ചു തുടങ്ങി. അങ്ങനെയാണ് അമ്മ ഒരു ദിവസം നടന്നു വരുമ്പോൾ വഴിയിൽ കുറേ മഞ്ചാടിക്കുരുക്കൾ കണ്ടത്. അമ്മയ്ക്കത് ഇഷ്ടമായി. അപ്പം അമ്മ വിചാരിച്ചു, എന്നാൽ എൻ്റെ ഭഗവാന് മഞ്ചാടിക്കുരുക്കൾ തന്നെ കൊടുക്കാം. അങ്ങനെ അമ്മ ഓരോ പ്രാവശ്യം ഓരോ മഞ്ചാടിക്കുരുകളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് ഒരു സഞ്ചി നിറച്ചും മഞ്ചാടിക്കുരുകൾ ശേഖരിച്ച് വെച്ചു. അങ്ങനെ അമ്മ ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ട് തൊഴാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. അന്ന് ഇന്നത്തെ പോലെ നമുക്ക് ബസ്സൊന്നും അന്നില്ലല്ലോ. അന്ന് വെറും കാളവണ്ടികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ കാളവണ്ടിയിൽ സഞ്ചരിക്കാൻ ഈ അമ്മയുടെ കയ്യിൽ അധികം പൈസയൊന്നുമില്ല. പാവമായിരുന്നു അമ്മ. ഈ അമ്മയുടെ കയ്യിൽ അധികം പൈസയില്ല. അതുകൊണ്ട് കാൽനടയായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തേക്ക് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോണത്. അങ്ങനെ എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കൈയും കാലൊക്കെ നടന്ന് കൈയും കാലൊക്കെ നടന്ന് കാലൊക്കെ പൊട്ടി തുടങ്ങി. എന്നാലും ഭഗവാനെ കാണാനുള്ള ഒരു ആവേശത്തിൽ അമ്മ അതെല്ലാം മറന്നു. ഒരു മലയാളം മാസം 1-ാം തീയതിയാണ് അമ്മ നടന്ന് ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നത്. എല്ലാ മലയാളം മാസം 1-ാം തീയതിയും അവിടുത്തെ നാട് വഴി ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിനായി എത്തും. അന്ന് എത്തിയത് നാട് വഴി തൻ്റെ ആനയെ ഗുരുവായൂർ അമ്പലത്തിന് നടക്കിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഈ നാട് വഴി വരുമ്പോൾ തന്നെ ബാക്കി എല്ലാ ഭക്തജനങ്ങളെയും വഴിയിൽ നിന്ന് മാറ്റി നിർത്തും. ഈ നാട് വഴിക്ക് മാത്രമേ അപ്പോൾ ദർശനത്തിന് അനുവദിക്കുള്ളൂ. വേറെ ആരെയും ദർശനത്തിന് അപ്പോൾ ഭഗവാനെ തൊഴാൻ വേണ്ടി ആരും സമ്മതിക്കില്ല ഈ നാട് വഴി വരുന്ന സമയത്ത്. അങ്ങനെ ഈ നാട് വഴി ദർശനം നടത്തുന്ന ദിവസമാണ് ഈ അമ്മ നടന്ന് ഗുരുവായൂർ അമ്പലത്തിലെത്തുന്നത്. അപ്പോൾ വഴിയിലെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അമ്മ ഇതൊന്നും ശ്രദ്ധിക്കില്ല. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ ഭഗവാനെ കണ്ടാൽ മതി എന്നുള്ളതിലാണ് അമ്മ വേഗം നടന്ന് വരുന്നത്. ഈ മൈക്കിലൂടെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഈ നാടുവഴിയുടെ ഭടന്മാർ, ഈ നാടുവഴി ദർശനത്തിനായിട്ട് വരികയാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വഴിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും അമ്മ കേൾക്കണ പോലും ഇല്ല. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഭഗവാന്റെ ഒന്ന് അടുത്തെത്തിയാൽ മതി എന്നുള്ള ചിന്തയോട് കൂടി അത്രയും മോഹത്തോടു കൂടി അത്രയും ഭക്തിയോടു കൂടി അമ്മ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങിയാണ്. അപ്പോഴാണ് ഈ നാടുവഴിയുടെ ഒരു കാവൽക്കാരൻ ഈ അമ്മ വരുന്നത് കണ്ടത്. ഈ നാടുവഴിയുടെ ഈ ഭടന്മാരിൽ ഒരാൾ ഈ അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ കണ്ടൂടെ? ഇവിടെ എല്ലാവരും മാറ്റി നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ? പിന്നെ നിങ്ങൾ മാത്രം എങ്ങോട്ടാണ് ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഈ ഗുരുവായൂർ നടയിലെത്തിയത്. എനിക്കൊന്ന് ഭഗവാനെ കണ്ട് തൊഴുതാൽ മാത്രം മതി എന്ന് അമ്മ പറഞ്ഞു. എന്നാൽ നാടുവഴിയുടെ ഭടൻ അത് കേൾക്കാൻ തയ്യാറാവാതെ ഈ അമ്മേനെ തള്ളിയിട്ടു. അതായത് അമ്മേനെ ഇങ്ങനെ പിടിച്ച് തള്ളി മാറ്റി. എന്നാൽ ഈ തള്ളലിൻ്റെ ആഘാതം മൂലം അമ്മ ഇങ്ങനെ നിലത്തേക്ക് വീഴുകയാണ്. അപ്പോൾ അമ്മയുടെ കയ്യിലുള്ള മഞ്ചാടിക്കുരുക്കളും തെറിച്ച് വീണു.
അപ്പം അമ്മയുടെ കണ്ണിൽ നിന്ന് ഈ അമ്മയ്ക്ക് വളരെയധികം സങ്കടമായി. കൃഷ്ണ, ഗുരുവായൂരപ്പ, പൊറുക്കണേ, ഭഗവാനെ കാണാൻ വേണ്ടി വന്നിട്ട് എനിക്കൊന്നും സാധിച്ചില്ലല്ലോ. ഞാൻ പറക്കിക്കൊണ്ടുവന്ന മഞ്ചാടി കുരുക്കൾ പോലും ഇതായി ചെതറിക്കിടക്കുന്നു. ഭഗവാന് വേണ്ടി ഞാൻ എൻ്റെ കണ്ണിൽ ഓരോ തുള്ളികളും ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നിലത്തിങ്ങനെ തല വെച്ച് കിടന്നുറങ്ങാൻ, നിലത്തിങ്ങനെ തല ഇങ്ങനെ വെച്ചിട്ട് കിടന്നു. അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായി കണ്ണീർ മുത്തുകൾ നിലത്ത് പതിക്കുന്നുണ്ട്. അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണീർ തുള്ളി നിലത്ത് പതിച്ചതും നാട് വഴിയുടെ ആന വരണ്ടു. ആന വരണ്ടു ഓടാൻ തുടങ്ങി. ഇത് കണ്ട ഭടന്മാരും മറ്റു ഭക്തന്മാരെല്ലാവരും പേടിച്ച് പല വഴിക്കായി ഓടി. നാടുവഴി ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നു. ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് കയറി നിന്നു. ഈ അമ്മ മാത്രം ഇങ്ങനെ നിലത്തിങ്ങനെ തലവെച്ച് കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ആന ഇങ്ങനെ കാട്ടകളൊക്കെ ഇങ്ങനെ തകർത്ത് മറിക്കുന്നുണ്ട് ആന. അപ്പോഴാണ് ഈ നാട് വഴിക്ക് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ ശബ്ദം കേട്ടത്. ഒരു പ്രതിധ്വനി നാട് വഴി കേട്ടു. ശ്രീകോവിലിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേട്ടു: എന്നെ കാണാൻ വേണ്ടിയാണ് എൻ്റെ ഭക്ത ഇത്രയും ദൂരത്തു നിന്ന് വന്നിരിക്കുന്നത്. എവിടെ എൻ്റെ മഞ്ചാടിക്കുരുക്കൾ? എനിക്കിപ്പോൾ വേണം എൻ്റെ മഞ്ചാടിക്കുരു എന്ന് ഭഗവാന്റെ ആ ശബ്ദം ഈ നാട് വഴി ശ്രീകോവിലിൽ നിന്ന് കേട്ടു. ഇത് കേട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഭക്തിയെ എൻ്റെ മുന്നിലെത്തിക്കണമെന്നും ഭഗവാൻ പറഞ്ഞു. ഇത് കേട്ട നാട് വഴി ആകെ അമ്പരന്നു. ഇത് കേട്ട നാട് വഴി എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെ ഭഗവാൻ തന്നോട് ഇങ്ങനെ പറഞ്ഞതായിട്ട് പറഞ്ഞു. ഇതേ തുടർന്ന് എല്ലാ ഭടന്മാരും എല്ലാ ആൾക്കാരും ആ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മഞ്ചാടിക്കുരുക്കളെല്ലാം പറക്കി വീണ്ടും ആ സഞ്ചിയിലാക്കി അമ്മയെ ശ്രീകോവിലിന് മുന്നിലെത്തിച്ച് തൊഴാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും ചെയ്തു കൊടുത്തു. ആ അമ്മ മനസ്സ് നിറയെ ഗുരുവായൂരപ്പനെ തൊഴുതു. ആ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നും മഞ്ചാടിക്കുരുക്കൾ ഗുരുവായൂരമ്പലത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഈ ഉന്മേഷക്കുറവുള്ള കുട്ടികളൊക്കെ ഈ മഞ്ചാടിക്കുരു ഇങ്ങനെ വാരിയെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ ഉണ്ണിക്കണ്ണനെ പോലെ കുസൃതി കുടുക്കകളായി മാറുമെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സർവാപരാർത്ഥ ക്ഷമാകരം. ജയ ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.